സ്വർണവും വെള്ളിയും വീണ്ടും കുതിക്കുന്നു. സ്വർണം വാങ്ങണോ അതോ വെള്ളിയോ? നിക്ഷേപകർ അറിയേണ്ട കാര്യങ്ങൾ. ഒരു സുരക്ഷിത നിക്ഷേപം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർണം ഇപ്പോഴും മികച്ച മാർഗമാണ്. സ്വർണവില കുതിച്ചുയരുകയാണ്. ഒരു പവന് സ്വർണത്തിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായ 81,600 രൂപയിലെത്തിയിരിക്കുകയാണ്. വെള്ളിയുടെ വിലയും റെക്കോർഡ് ഭേദിച്ച് 1 കിലോയ്ക്ക് 1,29,392 രൂപയായി. ഈ വർഷം മാത്രം സ്വർണവില 42%, വെള്ളിവില 48% ഉയർന്നു. ഇതോടെ സ്വർണം വെള്ളി അനുപാതം 85-ലെത്തി. വില കൂടുന്നതെന്തുകൊണ്ട്? അമേരിക്കയിലെ സാമ്പത്തിക രംഗത്തിന്റെ ദുർബലമായ അവസ്ഥ, യുഎസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ, അതോടൊപ്പം ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള രാഷ്ട്രീയ അസ്ഥിരത എന്നിവയാണ് സ്വർണവില വർദ്ധിക്കാൻ പ്രധാന കാരണം. ഇത് നിക്ഷേപകരെ സുരക്ഷിതമായ നിക്ഷേപമായ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നു. സ്വർണം വെള്ളി അനുപാതം എന്താണ് സൂചിപ്പിക്കുന്നത്? സ്വർണവും വെള്ളിയും തമ്മിലുള്ള ചരിത്രപരമായ അനുപാതം 50 മുതൽ 60 വരെയാണ്. എന്നാൽ ഇപ്പോൾ ഇത് 85-ലെത്തി നിൽക്കുന്നു. ഇത് കാണിക്കുന്നത് വെള്ളിയെ അപേക്ഷിച്ച് സ്വർണത്തിന് വില കൂടുതലാണെന്നാണ്, അല്ലെങ്കിൽ വെള്ളിക്ക് വില കുറവാണെന്ന് പറയാം. സ്വർണം വെള്ളി അനുപാതം എന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ തമ്മിലുള്ള താരതമ്യമാണ്. ഒരു ഔൺസ് സ്വർണം വാങ്ങാൻ എത്ര ഔൺസ് വെള്ളി വേണ്ടിവരുമെന്ന് ഈ അനുപാതം സൂചിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാല് സ്വർണത്തിന്റെ നിലവിലെ വിലയെ വെള്ളിയുടെ നിലവിലെ വില കൊണ്ട് ഹരിച്ചാണ് ഈ അനുപാതം കണക്കാക്കുന്നത്. ഉദാഹരണം: ഒരു ഔൺസ് സ്വർണത്തിന് $2,000 ഒരു ഔൺസ് വെള്ളിക്ക് $25 ആണെങ്കിൽ സ്വർണം വെള്ളി അനുപാതം $2,000 $25 = 80. അതായത് ഒരു ഔൺസ് സ്വർണം വാങ്ങാൻ 80 ഔൺസ് വെള്ളി ആവശ്യമാണ്. ഇപ്പോൾ സ്വർണം വാങ്ങണോ വെള്ളി വാങ്ങണോ? ഇത് നിക്ഷേപ ലക്ഷ്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒരു സുരക്ഷിത നിക്ഷേപം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർണം ഇപ്പോഴും മികച്ച മാർഗമാണ്. കാരണം കേന്ദ്ര ബാങ്കുകളുടെ ഡിമാൻഡ്, കുറഞ്ഞ പലിശ നിരക്കുകൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവ സ്വർണത്തിന് അനുകൂലമാണ്. അതേസമയം ഉയർന്ന അനുപാതം നിലനിൽക്കുന്നതുകൊണ്ട് വെള്ളി കൂടുതൽ ആകർഷകമായ നിക്ഷേപമായി മാറുന്നു. കാരണം വ്യാവസായിക ആവശ്യങ്ങൾക്കായുള്ള ഉപയോഗം, സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ വെള്ളിവിലയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തില് നിലവിലെ സാഹചര്യത്തില് സ്വർണവും വെള്ളിയും ഒരുമിച്ച് നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ല തന്ത്രം. സ്ഥിരതയ്ക്ക് സ്വർണവും, നേട്ടങ്ങൾക്കായി വെള്ളിയും തിരഞ്ഞെടുക്കാം. മുന്നറിയിപ്പ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിലവിലെ ലഭ്യമായ വസ്തുതകൾ അടിസ്ഥാനമാക്കിയാണ്. ഇത് വാങ്ങാനോ ഒഴിവാക്കാനോ ഉള്ള നിർദ്ദേശമല്ല, നിക്ഷേപകരുടെ അറിവിലേക്കായാണ്. അതിനാൽ നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം.